നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും നമ്മൾ വിശദമായി പറഞ്ഞുവല്ലോ. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനാണ്. നമ്മുടെയെല്ലാം ഗുരുദേവനാണ്. ഈശ്വരചിന്ത നമുക്ക് വളർത്താൻ ഏറെ സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹം 1856 ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. മാടാശാനും കുട്ടിയമ്മയുമായിരുന്നു മാതാപിതാക്കൾ. നവോത്ഥാനത്തിലേക്ക് കടന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്കിടയിലും സാധാരണക്കാരുടെ ഇടയിലും ഈശ്വരവിശ്വാസം വളർത്താൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥന എന്ന കവിത ഗുരുദേവന്റെ ദൈവദശകം എന്ന കൃതിയിലെ ഒരു ഭാഗമാണ്. ഈശ്വരവിശ്വാസം വളർത്താൻ ഈ കവിത ഏറെ സഹായകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വരികളെല്ലാം നിങ്ങൾ എഴുതി പഠിച്ചോ? കവിതയിലെ ആദ്യത്തെ 8 വരി നമുക്ക് എഴുതാൻ പഠിക്കണം. മറ്റെല്ലാ വരികളും ചൊല്ലാൻ കൂടി പഠിക്കേണ്ടതാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. ഈ ഈശ്വരന്റെ സാന്നിധ്യം നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളിലാണെങ്കിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് അധ്വാനിക്കുന്ന മനുഷ്യ ഹൃദയത്തിനുള്ളിലാണ്. ഈശ്വരനെ നോക്കാനായി, ഈശ്വരനെ കാണാനായി അമ്പലങ്ങളിൽ പോകണമെന്നില്ല. പകരം മനുഷ്യഹൃദയം, കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യഹൃദയത്തിന് ഉള്ളിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്തെ പ്രധാന ആശയങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിന്നു ഞങ്ങളെ. ഈശ്വര, ഞങ്ങളെ കൈവിടാതെ സംരക്ഷിക്കണം. ലോകമാകുന്ന സമുദ്രത്തിലെ നാവികനാണ് അങ്ങ്. അങ്ങിലുള്ള വിശ്വാസമാണ്, അങ്ങയുടെ കരങ്ങളാണ് ഞങ്ങളെ ധന്യരാക്കുന്നത്. ഈശ്വരവിശ്വാസമുള്ള നല്ല മക്കളായി തീരണമെന്ന് ഗുരുനാഥൻ ആഗ്രഹിച്ചിരുന്നു. വിദ്യാർത്ഥികളായ നിങ്ങളും നല്ല ഈശ്വരവിശ്വാസമുള്ള കുട്ടികളായി വളരണം. ഇനി നമുക്ക് കവിതയിലെ അടുത്ത വരികളിലേക്ക് കടക്കാം. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ആഴിയും തിരയും, ആഴി എന്ന് പറഞ്ഞാല് സമുദ്രം, തിര തിരമാല, കാറ്റും മാഴവും പോലെ ഞങ്ങളും. അപ്പോ സമുദ്രവും സമുദ്രത്തിലെ തിരമാലകളും കാറ്റും ആഴവും പോലെ ഞങ്ങളും. മായയും നിൻ മഹിമയും, അങ്ങയുടെ ഈശ്വരന്റെ മായ, ഈശ്വരന്റെ മഹിമ, ഇതെല്ലാം നീയും എന്നുള്ളിലാകണം. ഈശ്വരൻ എന്ന് പറയുന്നത് എന്റെ ഉള്ളിലാകണം. അങ്ങ് കാണിക്കുന്നതായ മായ, അങ്ങയുടെ മഹിമ, യശസ്, പ്രശസ്തി, ഈശ്വരൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ജീവാണുവിലും ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഗുരുനാഥൻ എന്താ നമ്മളോട് പറയുന്നത്? ഈശ്വരവിശ്വാസമുള്ളവരായിട്ട് മാറണം. ഈ പാഠഭാഗത്ത് വരുന്ന അർത്ഥം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആഴി, സമുദ്രം. അപ്പൊ ആഴിയുടെ പര്യായപദം എന്തായിട്ട് വരും? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ആഴിയുടെ സമുദ്രം, സമുദ്രം എന്ന് പറയാം, കടൽ എന്ന് പറയാം, സാഗരം എന്ന് പറയാം. അപ്പൊ എല്ലാവരും ആഴിയുടെ പര്യായപദം പഠിച്ചുവല്ലോ. ഈ കവിതയിലെ ആശയം നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എല്ലാവരും തയ്യാറാണോ? ഈശ്വരൻ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. ഈശ്വരനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അതേപോലെ തന്നെ വസ്ത്രവും തരുന്നത്. ലോകമാകുന്ന സമുദ്രത്തിലെ നാവികനാണ് ഈശ്വരൻ. പ്രകൃതിയിലെ ഓരോ ജീവാണുവിലും ഈശ്വരന്റെ അംശം നമ്മൾ കാണുന്നുണ്ട്. ഈ മനോഹരമായ കവിത ആരുടെയാണെന്ന് ഓർമ്മയുണ്ടോ? ശ്രീനാരായണ ഗുരുവിന്റെ. ഈ കവിതയിലെ ആദ്യത്തെ 8 വരി നിങ്ങൾ എഴുതി പഠിക്കണം. കവിത എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് വായിച്ചു പഠിക്കുകയും എഴുതി പഠിക്കുകയും വേണം. ഈ പാഠഭാഗത്തോട് അനുബന്ധിച്ചു കൊടുക്കുന്ന
യൂട്യൂബ് വീഡിയോ കാണണം. നോട്ട്സ് എഴുതിയെടുക്കുകയും പഠിക്കുകയും വേണം. ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇനി ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.